പലപ്പോഴും സിനിമകളിൽ കാണുന്ന ചില രംഗങ്ങൾ കോടതിയിലോട്ട് ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വരുന്നു, പോലീസ് കൊണ്ട് കോടതിയുടെ മുമ്പിൽ നിർത്തുന്നു, കോടതി അഞ്ചാറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, തിരിച്ച് വക്കീൽ ഇപ്പറേ സൈഡിൽ നിന്ന് തിരിച്ച് അതിന് മറുപടി കൊടുക്കുന്നു, വാദം, അങ്ങനെ എല്ലാം കൂടെ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു സംവിധാനമായിട്ടാണ് പലപ്പോഴും കോടതിയെ നിങ്ങൾ കണ്ടിരിക്കുക. പലപ്പോഴും സിനിമകളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങളും അതുതന്നെയാണ്. പക്ഷേ കോടതി നടപടിക്രമങ്ങൾക്ക് അതിൻ്റേതായ സമയമെടുക്കും. ഒരു നിയമം പറയുന്ന നടപടിക്രമങ്ങളിലൂടെ മാത്രമേ കോടതിയിലെ കാര്യങ്ങൾ പോവുകയുള്ളൂ. ഒരു ക്രിമിനൽ കേസാണെങ്കിൽ ആദ്യം ചെയ്യുക എന്ന് പറയുക, ചില കേസുകളിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നൽകാം. മറ്റു ചില കേസുകൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഈ പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ കോടതി ജാമ്യം വിടും. അതിന് ചില വ്യവസ്ഥകൾ വെക്കും. ചില കേസുകൾ കഠിനമായ, ഇപ്പോൾ കൊലപാതകം പോലുള്ള ചില കേസുകളാണെങ്കിൽ താഴത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മേൽക്കോടതികൾ, ജില്ലാ കോടതികളിലോ ഹൈക്കോടതികളോ അവർ സമീപിക്കുകയും അത് കൊടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണത്തിന് ബാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ കോടതിക്ക് അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ജാമ്യം കൊടുക്കുകയും ചെയ്യും. ജാമ്യം കൊടുത്ത് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞ് ചാർജ് എന്ന പേരിൽ ഈ കേസിൻ്റെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ കേസ് പൂർണ്ണമാവുക, അന്വേഷണം കഴിഞ്ഞ് പൂർണ്ണമാവുക. ആ പൂർണ്ണമായ ശേഷം ആ കോടതിയിൽ ഇതിലെ പ്രതികളാരാണോ അവരെ വിളിക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ പരാതിക്കാരനാണെങ്കിൽ ഒന്നറിയുക, പരാതിക്കാരനൊപ്പോഴും ഈ കേസിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ എപ്പോഴും വാദി എന്ന് പറയുന്നത് സർക്കാരാണ്. നിങ്ങൾക്ക് വേണ്ടി കേസ് നടത്തുന്നത് സർക്കാരാണ്. വക്കീലിനെ വെക്കുന്നത് സർക്കാർ അഭിഭാഷകരാണ്, പ്രോസിക്യൂട്ടർമാരാണ്. അവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേസുകൾ നടത്തുക. നിങ്ങൾ ആ കേസിൽ ഒരു സാക്ഷി മാത്രമായിരിക്കും. അപ്പോൾ ആദ്യമേ ഇങ്ങനെ ഒരു പ്രതി കോടതിയിൽ ഹാജരാക്കപ്പെട്ട അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഹാജരാകുന്ന ആ സമയത്ത് ആദ്യം ചെയ്യുക ജാമ്യം എടുക്കുക എന്ന് തന്നെയാണ്. അവർ ജാമ്യമെടുത്ത് കഴിഞ്ഞ ശേഷം പിന്നീട് കോടതി പിന്നീടുള്ളൊരു പോസ്റ്റിങ്ങിൽ വെച്ച് അവരവിടെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്ന അവസരത്തിൽ മാത്രമാണ് ട്രയലിലേക്ക് തുടങ്ങുക. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോടതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി അതെല്ലാം വിധി പറയാനായിട്ട്, അല്ലെങ്കിൽ ലോകത്തെ ഈ മാധ്യമങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് പറയുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന തെളിവുകൾ, അത് പോലീസ് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് തെളിവായി മാറുകയുള്ളൂ. അങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൻ്റെ ന്യായവും അന്യായവും വിവേചിച്ചറിഞ്ഞ് കോടതി ശിക്ഷ വിധിക്കുക.